പ്രിയമുള്ളവരെ, സ്നേഹ വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട നോമ്പിൻ്റെ നാളുകളിലേക്ക് നാം പ്രവേശിക്കുന്നു. കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, വചനം വായിക്കുവാൻ, ദൈവവചനം ശ്രവിക്കുവാൻ ഈ 50 ദിവസം നമുക്ക് ഇടയാകണം. റാസൽ കൈമ സെൻറ് തോമസ് മാർ തോമാ സേവിക സംഘം ഈ വർഷവും ക്രമീകരിച്ചിരിക്കുന്ന നോമ്പ് ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ധ്യാനം കുരിശിൻ്റെ അർത്ഥവിധാനങ്ങളിലേക്കുള്ള പ്രവേശനമാണ്. കുരിശിൻ്റെ അർത്ഥവിധാനങ്ങളിലേക്കുള്ള പ്രവേശനം ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള പ്രവേശനം കൂടിയാണ്. നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കുരിശിൽ തൻ്റെ പ്രാണനെ വെടിഞ്ഞ ക്രിസ്തു എല്ലാം കൊടുത്തു തീർത്ത് തന്നെ കൊടുത്തു തീർത്തവൻ്റെ സംതൃപ്തിയാണ് കുരിശിൽ അനുഭവിച്ചത്. കുരിശിലെ വേദനകൾ കർത്താവ് സഹിച്ച് ദൈവഹിതം നിറവേറപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു. തൻ്റെ സഹനങ്ങളിലൂടെ മാനവരാശി രക്ഷപ്പെടുമല്ലോ എന്ന ചിന്തയാണ് യേശുവിനെ ഭരിച്ചത്. കുരിശ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉദാത്തവും നിസ്തുല്യവുമായ പ്രതീകമായി മാറിയതിൽ അതിശയോക്തിയില്ല. പാപത്തിൻ്റെ ഭയങ്കരതയും ദൈവസ്നേഹത്തിൻ്റെ നിസ്തുല്യതയും കുരിശിലാണ് ലോകത്തിന് വെളിപ്പെട്ട് കിട്ടിയത്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ആ മരണത്തിലൂടെ ബേത്ലഹേമിൽ ആരംഭമിട്ട നമ്മോടുള്ള ഏകീഭാവത്തിൻ്റെ പൂർത്തീകരണം മാത്രമല്ല, നമ്മുടെ അകൃത്യങ്ങളുടെ അനന്തരഫലമായ മാരകമായ പ്രത്യാഘാതങ്ങളിലേക്ക് കർത്താവ് പ്രവേശിക്കുക കൂടിയായിരുന്നു. ഒരു പുരുഷായുസ്സല കർമ്മങ്ങളെയും ആ കർമ്മങ്ങളുടെ ഉറവിടമായ ആത്മാവിൻ്റെ വികാരത്തെയും കുരിശ് ഒരൊറ്റ കർമ്മത്തിൽ സംഗ്രഹിക്കുകയും കേന്ദ്രീകരിക്കുകയും സാന്ദ്രീകരിക്കുകയും ചെയ്തു. കുരിശിലൊടുങ്ങുമാറ് താഴോട്ട് ചരിക്കുന്ന ഒരു ജീവിതം തിരഞ്ഞെടുത്ത ഒരു നേതാവിൻ്റെ വിരിച്ച കരങ്ങളോടുകൂടിയ ഒരു പ്രതിബിംബം ലോകത്തിന് മുമ്പാകെ തുറന്നു കാണപ്പെട്ടത് കുരിശിലാണ്. ആത്മദാനത്തിൻ്റെ പരമോന്നത മാതൃകയാണ് നാം കുരിശിൽ കാണുന്നത്. നേടിവെക്കുന്നവൻ എല്ലാം തന്നെ കൂടി നഷ്ടപ്പെടുത്തുന്നവനാണ്. കൊടുത്തു തീർക്കുന്നവൻ സ്നേഹം കൊണ്ട് ലോകത്തെ സ്വന്തമാക്കുന്നു. സ്നേഹിക്കാനും ത്യജിക്കാനുമുള്ള കഴിവാണ് ആത്മസുഖത്തിൻ്റെ മാനദണ്ഡം. ഇടുങ്ങിയ സ്വാർത്ഥത്തെ ഉല്ലംഘിച്ച് ഉദാത്തതയെ പുൽകുന്ന നിർവൃതിയാണ് അത് വാഗ്ദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശ് നാം പിന്തുടരേണ്ട മാതൃകയാണ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് 3 ചിന്തകൾ പങ്കുവെക്കുന്നു. ഒന്ന്, നേട്ടങ്ങൾ ദാനത്തിലൂടെ. യേശു തൻ്റെ മരണത്തിലൂടെ ലോകത്തെയും മരണത്തെയും ജയിച്ചു. മരുഭൂമിയിൽ യേശു അഭിമുഖീകരിച്ച പരീക്ഷകളിൽ ഒന്ന് സാത്താനെ നമസ്കരിച്ച് ഈ ലോകത്തിൻ്റെ അധികാരിയാകുവാൻ സാത്താൻ വെച്ച് നീട്ടിയ പ്രലോഭനമായിരുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന മറുപടിയിലൂടെയാണ് ആ പ്രലോഭനത്തെ യേശു തരണം ചെയ്തത്. കുരിശിലൂടെയുള്ള ജീവിതദാനം ഇല്ലാതെ നേട്ടം കൊയ്യുവാനുള്ള പരീക്ഷയാണ് യേശു അവിടെ പരാജയപ്പെടുത്തിയത്. കുരിശിൽ യേശു സ്വയം ദാനമായി നൽകി രക്ഷ എന്ന നേട്ടം മനുഷ്യന് നേടിക്കൊടുത്തു. നേട്ടങ്ങൾക്ക് പിറകെ പോകുന്നവർ, മൂല്യങ്ങൾ ചവിട്ടി മെതിച്ചു പോകുന്നവർ യേശുവിൻ്റെ മാതൃകയിലേക്ക് മടങ്ങി വരണം. ദാനത്തിലൂടെ മാത്രമേ ശരിയായ നേട്ടം ഉള്ളൂ. 2, വിജയം ത്യാഗത്തിലൂടെ. ത്യാഗത്തിൻ്റെ നിസ്തുല്യ മാതൃകയാണ് നാം കുരിശിൽ കാണുന്നത്. തന്നെത്താൻ ത്യജിച്ച് കുരിശിൽ ജയോത്സവം കൊണ്ടാടിയവനാണ് ക്രിസ്തു. ത്യാഗത്തിൻ്റെ വഴികൾ സഹനത്തിൻ്റെ വഴികൾ കൂടിയാണ്. ശരിയായ വിജയത്തിൻ്റെ പിന്നിൽ ത്യാഗത്തിൻ്റെ കഥകൾ വളരെയുണ്ട്. ഉദാഹരണമായി, ഒരു വിദ്യാർത്ഥി നല്ലതുപോലെ പഠിച്ച് ഉയർന്ന വിജയം നേടുമ്പോൾ എല്ലാവരും അഭിനന്ദിക്കാൻ കൂടും.
എന്നാൽ ആ വിദ്യാർത്ഥി അതിനുവേണ്ടി പലതും ത്യജിച്ചു കാണും. TV കാണുന്നതിനുള്ള ആഗ്രഹം, അലസമായി നടക്കുന്നതിനുള്ള സുഖം, കൂടുതൽ സമയം കിടന്ന് ഉറങ്ങുവാനുള്ള പ്രലോഭനം, ഇങ്ങനെയുള്ള പല ചെറിയ സുഖങ്ങളെയും ത്യജിച്ചാണ് ഒരു കുട്ടി വിജയത്തിൻ്റെ പടി കയറുന്നത്. കൊട്ടാരം ത്യജിച്ചിറങ്ങി സത്യാന്വേഷണത്തിൻ്റെ വഴികളിലൂടെ നടന്ന സിദ്ധാർത്ഥ രാജകുമാരനാണ് ലോകം ആദരിക്കുന്ന ശ്രീബുദ്ധനായത്. ക്രിസ്തുവിൻ്റെ കുരിശ് വിജയം ത്യാഗത്തിലൂടെ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന പരമോന്നത പാഠശാലയാണ്. 3. ജീവൻ മരണത്തിലൂടെ. യേശു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവ് ഉണ്ടാകും. യോഹന്നാൻ 12:24. മരണത്തിൻ്റെ വിഷമുള്ളിൻ്റെ ഭീഷണിയിൽ നിന്നും മാനവരാശിയെ കരകയറ്റിയത് ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണമാണ്. മരണത്തിലൂടെ കടന്നുപോയ, മരണത്തെ ജയിച്ചവനാണ് യേശു. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്ത് എന്ന ചൊല്ലിൻ്റെ അർത്ഥം തന്നെ ഇതാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ അവർ രക്തസാക്ഷികളായി തീർന്നു. എന്നാൽ അവർ മരിക്കുകയായിരുന്നില്ല, നിത്യജീവന്റെ അവകാശികളായി തീരുകയായിരുന്നു. ആദിമസഭ അങ്ങനെയാണ് വളർന്നത്. സഭയുടെ വിശ്വാസത്തിൽ സ്നാനമെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഇതുകൂടിയാണ്: ക്രിസ്തുവിൽ മരിക്കുകയും ക്രിസ്തുവിനോടുകൂടെ ഉയർക്കുകയും ചെയ്യുന്ന അനുഭവം. പ്രഗത്ഭ വേദശാസ്ത്ര പണ്ഡിതനായിരുന്ന ബോൺഹോഫറിന്റെ ജീവിതം ഒരു രക്തസാക്ഷിയുടെ ജീവിതം ആയിരുന്നു. ആദർശങ്ങളിലും വിശ്വാസത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ മരണത്തിലൂടെ ജീവൻ കൊടുക്കുവാൻ ബോൺഹോഫറിന് സാധിച്ചു. ക്രിസ്തുവിൻ്റെ കുരിശ് ഒരു വലിയ മാതൃകയായി നമ്മുടെ മുമ്പിൽ ദൈവം അവതരിപ്പിച്ചിരിക്കുന്നു. കുരിശിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് ഇന്നും നമ്മോട് കൂടെയുണ്ട്. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.